വർഷത്തെ കേരള സംസ്ഥാന വിദ്യാലയ ശാസ്ത്രോത്സവം നവംബർ 23 മുതൽ 27 വരെ 5 ദിവസങ്ങളിലായി പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ വെച്ച് നടന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശാസ്ത്രോത്സവം എന്ന പ്രത്യേകതയും നമ്മുടെ സംസ്ഥാനം നടത്തുന്ന ഈ മേളയ്ക്കുണ്ട്. ശാസ്ത്രം, ഗണിതം, സാമൂഹ്യശാസ്ത്രം, പ്രവൃത്തി പരിചയം, വിവരസാങ്കേതിക വിദ്യ എന്നീ 5 വിഭാഗമാണ് ശാസ്ത്രോത്സവത്തിലുള്ളത്. വിദ്യാർത്ഥികളുടെ കഴിവും താൽപര്യവും പ്രവർത്തനത്തിലൂടെ വളർത്തുക എന്നതാണ് ശാസ്ത്രമേളയുടെ ലക്ഷ്യം. 14 ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു. ഭാവിയിൽ പല മേഖലകളിലും മികച്ച സംഭാവനകൾ നൽകാൻ വിദ്യാർത്ഥി സമൂഹത്തിന്റെ കൂട്ടായ്മയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ശാസ്ത്ര വിഭാഗത്തിൽ ഏവരെയും കൗതുകമുണർത്തുന്ന സൃഷ്ടികൾ കുട്ടികൾ പ്രദർശിപ്പിച്ചു. ശാസ്ത്രം കൃഷിയിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് സമർത്ഥിക്കുന്ന പഠനങ്ങളും മാതൃകകളും ഈ കുട്ടി ശാസ്ത്രജ്ഞന്മാർ നിർമ്മിച്ചിരുന്നു. അവയുടെ നിർമ്മാണവും പ്രവർത്തനവും നമുക്ക് കാണാം. കൊതുക് ശല്യം എല്ലായിടത്തും മുൻപത്തേക്കാൾ അധികം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. യഥാസമയം മാലിന്യ സംസ്കരണം നടക്കാത്തതും തണ്ണീർത്തടങ്ങൾ മലിനപ്പെടുന്നതും ഇതിന് കാരണമായി. എൻ്റെ പേര് നിയ ഫാത്തിമ. എൻ്റെ പേര് ഫാത്തിമ ഷാന. ഞങ്ങൾ ചെക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ബയോളജിക്കൽ കൺട്രോൾ ഓഫ് മോസ്കിറ്റോ എന്നാണ്. അപ്പോൾ ഞങ്ങളിവിടെ കൊതുകിൻ്റെ കൂത്താടിയെയും നശിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ പ്രൊജക്റ്റ്. കൊതുകിനെ പ്രതിരോധിക്കാനായി പല മാർഗങ്ങൾ നാം കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും പ്രായോഗികമായ രീതിയിൽ നമുക്കിന്ന് നടത്താൻ കഴിയുന്നില്ല. അതിനെതിരെ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ സമൂഹത്തിന് വേണ്ടി ഒരു പുത്തൻ ഉണർവ് സൃഷ്ടിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇവിടെ കാണാൻ പറ്റും, ഞങ്ങൾ നാട്ടറിവുകളിൽ നിന്ന് ലഭിച്ച ഒരുപാട് സസ്യങ്ങളെ നടത്തിയ പരീക്ഷണത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കണ്ട 10 സസ്യങ്ങളെ ലായനികളാക്കി ഇവിടെ വെച്ചിരിക്കുന്നു. ഈ ലായനികളിൽ കൂത്താടികളെ നിക്ഷേപിച്ച് നടത്തിയ പാണൽ, കശുവണ്ടി, ശീമക്കൊന്ന എന്നീ ഈ 3 സസ്യങ്ങൾ 100% വിജയം തരുന്നത് കണ്ടു. പക്ഷേ ഇതിൽ കശുവണ്ടി എല്ലാ കാലത്തും നമുക്ക് ലഭിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അത് നമ്മൾ ഒഴിച്ചു നിർത്തേണ്ടതായിട്ടുണ്ട്. പാണലിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശം അത് ഉപയോഗിക്കാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ശീമക്കൊന്ന അഥവാ വളച്ചെടി നമ്മുടെ സമൂഹത്തെ വളരെ സുലഭമായി കാണുന്ന വസ്തുവാണ്. ഇത് നാം വളമായിട്ടും ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിന് യാതൊരുവിധ ദോഷവും ഉണ്ടാക്കുന്ന സസ്യമാണിത്. ഈ ശീമക്കൊന്ന ഞങ്ങൾ പ്രകൃതിക്കും മനുഷ്യനും ദോഷകരമാണോ എന്നുള്ള പ്രവർത്തനമാണ് ഇവിടെ ചെയ്തത്. ഇത് ഉള്ളിൽ നല്ല രീതിയിൽ മുളച്ചു വന്നിട്ടുണ്ട്. അതുപോലെ സസ്യവും ഇതിൽ നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. 1 ലിറ്റർ ജലത്തിൽ ആവശ്യമായ വസ്തുക്കൾ. അപ്പം നമ്മുടെ വീടുകളിൽ കൊതുക് ശല്യം കൂടാനുള്ള കാരണം ഫ്രിഡ്ജിൻ്റെ അടിയിലുള്ള ട്രേയിലും പിന്നെ നമ്മുടെ പൂച്ചെടിയുടെ അടിയിലുള്ള ട്രേയിലാണ് കൂടുതലായിട്ടും കൂത്താടികളെ കാണപ്പെടുന്നത്. അപ്പം 1 ലിറ്റർ ജലത്തിൽ 50 ഗ്രാം അരച്ച ശീമക്കൊന്നയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിയിലുള്ള ട്രേയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന നേരം 6 മണിക്കൂർ കൊണ്ട് ഇതിൽ അവിടെയുള്ള കൂത്താടികളൊക്കെ നശിപ്പിക്കുകയും ഇനി കൂത്താടികൾ വളരാനുള്ള സാഹചര്യത്തെ തടയുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് ഞങ്ങൾ കൂത്താടികളെ, അതായത് കൊതുകിൻ്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു മാർഗം. കൊതുകിനെ ഇപ്പോൾ തുരത്താനായി നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളിലും മാരക വിഷാംശങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ കൊതുകിനെ എങ്ങനെ ജൈവരീതിയിൽ തുരത്താമെന്ന് ഈ വിദ്യാർത്ഥികൾ നമുക്ക് കാണിച്ചു തരികയാണ്. കൊതുകിനെ കൊല്ലുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കൂത്താടിയെ കൊല്ലുന്നതിൽ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്ത ശീമക്കൊന്ന അരച്ചുണ്ടാക്കിയ തിരികളും ഗുളികകളും തന്നെയാണ് ഞങ്ങൾ കൊതുകിനെയും കൊല്ലുന്നതിനായി കണ്ടെത്തിയിട്ടുള്ളത്. അത് അരച്ചുണ്ടാക്കിയ തിരികളും ഗുളികകളും നമ്മൾ സന്ധ്യാസമയങ്ങളിൽ കത്തിച്ചു വെക്കുന്നേരം ഇതിൽ ടാനിൻ എന്ന പദാർത്ഥം ഓക്സിജനെ പുറത്തുവിടുകയും കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനുമായി ഇതാക്കിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വിട്ടു നിൽക്കുകയും അപ്പം കൊതുക് അങ്ങോട്ട് അടുക്കാതിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നാരങ്ങയിൽ ഗ്രാമ്പു കുത്തിവെച്ചിട്ടുണ്ട് ഞങ്ങൾ. ഇതും ഓക്സിജനെ പുറത്ത് കൊതുകിനെ തുരത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് പച്ചക്കർപ്പൂരവും കുന്തിരിക്കവും വേപ്പെണ്ണവും അരച്ചുണ്ടാക്കിയ ഒരു ഗുളികയാണ്. ഈ ഗുളിക കത്തിച്ചു വെക്കുന്ന സമയത്തും ഓക്സിജനെ പുറത്തിട്ട് നമ്മുടെ ഈ കൊതുകിനെ തടയുന്നുണ്ട്. എത്രയോ നാളത്തെ നിരീക്ഷണവും അധ്വാനവും പരീക്ഷണവും ഇവരുടെ ഈ കണ്ടെത്തലുകളിൽ പ്രകടമാണ്. നെൽപ്പാടങ്ങളിലെ ജൈവ വൈവിധ്യവും ആവാസ വ്യവസ്ഥയുമാണ് ഈ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത വിഷയം. നമസ്കാരം, ഞാൻ ബിൻസി ബിജു.
ഞാൻ അദ്വൈത. ഞങ്ങൾ താമരക്കുളം വി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ്. ഞങ്ങളുടെ പ്രോജക്റ്റിന്റെ വിഷയം ഓണാട്ടുകര പ്രദേശത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യത്യസ്ത നെൽപ്പാടങ്ങളിലെ ജൈവ വൈവിധ്യവും ആവാസ വ്യവസ്ഥയും അല്ലിലോപ്പതി എന്ന പ്രതിഭാസവുമായി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു പ്രാഥമിക പഠനം. പരീക്ഷണം, നിരീക്ഷണം, അഭിമുഖം, സർവേ എന്നീ പഠന രീതികളാണ് ഞങ്ങൾ സ്വീകരിച്ചത്. മണ്ണിന്റെ pH, ഓർഗാനിക് കാർബൺ എന്നിവ നൈസ് സോൾ ടെസ്റ്റിംഗ് കിറ്റ് ഉപയോഗിച്ച് സ്കൂൾ സയൻസ് ലാബിൽ കണ്ടെത്തി. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, ടെക്സ്ചർ, ടെമ്പറേച്ചർ എന്നിവയും പരീക്ഷണത്തിലൂടെ കണ്ടെത്തുകയുണ്ടായി. 12 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലി ഉപയോഗിച്ച് 125 കർഷകരെ ഞങ്ങൾ സർവേ നടത്തി. വെള്ളാനി യൂണിവേഴ്സിറ്റിയിലെ അഗ്രികൾച്ചറൽ സയന്റിസ്റ്റായ ഡോക്ടർ ബി രഞ്ജനുമായി നടത്തി. രാവിലെ 6-നും 7-നും വൈകുന്നേരം 5:30-നും 6:30-നും ഇടയ്ക്കുള്ള സമയത്ത് പഠനവിധേയമാക്കിയ 15 പാടങ്ങളും സന്ദർശിച്ച് അവിടുത്തെ ജന്തുജീവികളെയും ജലജീവികളെയും സസ്യങ്ങളെയും ലിസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തുകയുണ്ടായി. നിരവധി പാടങ്ങൾ സന്ദർശിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്ത ഈ കുട്ടികൾ ഇതിനുവേണ്ടി ചെയ്ത അധ്വാനം പ്രശംസനീയമാണ്. കൂടുതലായി കണ്ടുപിടിക്കാൻ സാധിച്ചത് തരിശുപാടങ്ങളിൽ കൂടുതലായി വളർന്നു കിടക്കുന്ന ധൃതരാഷ്ട്രപ്പച്ച, വഞ്ചിപ്പുല്ല്, പോള എന്നിവയുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ്. അവ ഓരോ ടോക്സിൻസ് പുറത്തുതള്ളി മറ്റ് സസ്യങ്ങളുടെ ജീവനെ നശിപ്പിക്കുന്നതും അവയ്ക്ക് ഭീഷണിയായി മാറുന്നതുമാണ് ഞങ്ങളുടെ പ്രോജക്റ്റിന്റെ കണ്ടെത്തൽ. ഈ ടോക്സിൻ പുറപ്പെടുന്ന പ്രതിഭാസത്തെയാണ് അല്ലിലോപ്പതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സസ്യങ്ങൾക്ക് ചില കെമിക്കൽസിനെ പുറത്തുവിടാനുള്ള കഴിവുണ്ട്. അതിനെയാണ് അല്ലിലോപ്പതി എന്ന് പറയുക. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം. ഈ ധൃതരാഷ്ട്രപ്പച്ച, വഞ്ചിപ്പുല്ല്, പോള തുടങ്ങിയവ പുറത്തുവിടുന്ന ടോക്സിൻസ് എപ്പോഴും നമ്മുടെ ജൈവവൈവിധ്യത്തെയും ആവാസ വ്യവസ്ഥയും സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. ജൈവപാടങ്ങളിൽ ജൈവവൈവിധ്യം വളരെ കൂടുതലായി കാണപ്പെട്ടു. താറാവുകളെ പാടങ്ങളിലേക്ക് വിന്യസിച്ചാൽ അവിടുത്തെ ഫലപുഷ്ടിയും ജൈവവൈവിധ്യവും വർദ്ധിക്കുന്നതായും കാണപ്പെട്ടു. pH ക്രമീകരിക്കുന്നതിന് വേണ്ടി നീറ്റിയ കക്കയ്ക്ക് പകരം നീറ്റാത്ത കക്കപ്പൊടിയും മുട്ടത്തോട് പൊടിച്ചതും ചേർക്കുന്നത് നല്ലതായിരിക്കും. മണ്ണിന്റെ ജൈവവൈവിധ്യത്തിന്റെ പ്രതീകമാണ്. ഊഷ്മാവ് രാസപാടങ്ങളിൽ കൂടുതലും ജൈവ പാടങ്ങളിൽ വളരെ കുറവായാണ് കാണപ്പെട്ടത്. pH മൂല്യം വളരെയധികം നല്ല അനുയോജ്യമായുള്ളത് ജൈവപാടങ്ങളിലായിരുന്നു. തരിശുപാടങ്ങളിലാകട്ടെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുന്ന തരത്തിലുള്ള ചില പ്രത്യേകതരം തളകളായി നിറഞ്ഞിരിക്കുന്നു. അവയൊക്കെയാണ് ഈ ധൃതരാഷ്ട്രപ്പച്ച, വഞ്ചിപ്പുല്ല്, പോള എന്നിവയൊക്കെ. ഇവ നമ്മുടെ ആവാസ വ്യവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഇവ വളരെയധികം ദോഷകരമായാണ് കാണുന്നത്. ധൃതരാഷ്ട്രപ്പച്ച അമേരിക്കയിൽ നിന്ന് വന്ന ഏലിയൻ പ്ലാന്റും ജപ്പാനിൽ നിന്ന് വന്ന വഞ്ചിപ്പുല്ലും അതുപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്ന് വന്ന പോളയുമാണ് ഇവയൊക്കെ. ഇവ നമുക്ക് വളരെയധികം ദോഷകരമാണ്. ഞങ്ങൾ നിർദ്ദേശിക്കുന്ന പ്രശ്നപരിഹാരങ്ങൾ: ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക, നിലം തരിശായി ഇടാതിരിക്കുക, നീറ്റിയ കക്കയ്ക്ക് പകരം നീറ്റാത്ത കക്കപ്പൊടിയും മുട്ടത്തോട് പൊടിച്ചതും ചേർക്കുക. മഴക്കാലങ്ങളിൽ ഭൂരിഭാഗം ജില്ലകളിൽ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു ജീവിയാണ് ആഫ്രിക്കൻ ഒച്ച്. ലോകത്തിലെ ഏറ്റവും വലിയ ഒച്ചാണ് ഇവ. അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഇവ ചെടികൾ, ഇലകൾ, പഴങ്ങൾ എന്നിവ തിന്നു നശിപ്പിക്കും. ആഫ്രിക്കൻ ഒച്ചിനെ എങ്ങനെ തുരത്താമെന്ന് ഈ വിദ്യാർത്ഥികൾ നമുക്ക് കാണിച്ചു തരുന്നു. ഞാൻ ആരതി. ഞാൻ ലക്ഷ്മിപ്രിയ. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഗ്രാമപഞ്ചായത്തിലെ RVHSS സ്കൂളിൽ നിന്ന് വരുന്നു. ഈ പ്രദേശത്ത് കാണപ്പെടുന്ന ആഫ്രിക്കൻ ഒച്ചുകളെ കുറിച്ചാണ് ഞങ്ങൾ പഠന വിധേയമാക്കിയത്. 2006 മുതൽ ഈ പ്രദേശത്ത് കാണപ്പെട്ടു തുടങ്ങിയ ആഫ്രിക്കൻ ഒച്ചുകൾ ഇന്ന് സാവധാനം കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക വിളകളെയും സസ്യസമ്പത്തിനെയും തിന്ന് നശിപ്പിക്കുന്ന ഇവ ഞങ്ങളുടെ പ്രദേശത്തെ കാവുകൾ ഇതുമൂലം ഞങ്ങൾ പ്രദേശത്തെ കാവുകൾ േണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ബ്ലാക്ക് ബോർഡ് പോലുള്ള സസ്യരോഗങ്ങൾ പരത്തുവാൻ കഴിവുള്ളവയാണിവ. പല വിദേശ രാജ്യങ്ങളിൽ വിവിധതരം മെനിഞ്ചൈറ്റിസ് പരത്തുന്ന പരാതകളുടെ വാഹകരായി ഇവയെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ തുരത്താനായി നിലവിലുള്ള ഉപാധികളൊന്നും ഫലപ്രദമല്ലാത്തതിനാൽ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച മാർഗമാണ് തുരിശും പുകയില മിശ്രിതവും മിക്സ് ചെയ്ത് രാത്രികാലങ്ങളിൽ ഒച്ചുകൾ കാണപ്പെടുന്നിടത്ത് തളിക്കുക. സൂര്യോദയ ശേഷം അന്തരീക്ഷത്തിലെ താപനില കൂടുമ്പോൾ ഒച്ചുകൾ മണ്ണിലേക്ക് പൂഴ്ന്നിറങ്ങുകയും സൂര്യാസ്തമയത്തിന് ശേഷം അന്തരീക്ഷത്തിലെ താപനില കുറയുമ്പോൾ ഒച്ചുകൾ സജീവമാകുകയും ചെയ്യുന്നു. 25 ഗ്രാം പുകയില വെള്ളത്തിൽ വേവിച്ച ശേഷം 60 ഗ്രാം തുരിശ് ലായനിയും കൂടി ചേർത്ത് ഒച്ച് കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ തളിക്കുക. തുടർച്ചയായി 3 ആഴ്ച ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഒച്ചുകളെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. കാലങ്ങളിൽ തന്നെ ഒച്ചുകളെ നിയന്ത്രിക്കാവുന്നത് മൂലമാണ് ഇത് ഇത്രയും പെരുകാൻ കാരണം. ഇനി തുടർച്ചയായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. പ്രകൃതിയിൽ പല സസ്യങ്ങളിലും പരാഗണം നടക്കുന്നത് വണ്ടുകളും തേനീച്ചകൾ വഴിയുമാണ്. തേനീച്ചകൾ പ്രകൃതിക്ക് എത്ര അനിവാര്യമായ ജീവിയാണെന്നത് ഈ കുട്ടികൾ നമുക്ക് പറഞ്ഞു തരും. എൻ്റെ പേര് അശ്വനി രാജ്. എൻ്റെ പേര് ആൻസ് മരിയ. ഞങ്ങൾ കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു, ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ.
പലതരത്തിലുള്ള രോഗങ്ങളെ കഷ്ടപ്പെടുന്നവരുടെ ദുരിതങ്ങൾ ഞങ്ങളെ ഏറെ വേദനിപ്പിക്കുന്നു. ഈ അവസരത്തിലാണ് എപ്പിതെറാപ്പിയിലൂടെ പലതരം രോഗങ്ങൾക്ക് ശമനം ലഭിച്ചുവെന്ന് അവകാശപ്പെടുന്ന പലരുടെയും അനുഭവങ്ങൾ പ്രകൃതി നിത്യവനത്തെ നിലനിർത്തുന്ന തേനീച്ച എന്ന അത്ഭുത ജീവിയിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചത്. ഈ ചെറുജീവനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ പ്രദേശവാസികളുടെ പരമ്പരാഗത കാഴ്ചപ്പാടുകൾ ഏവയാണ്. ക്യാൻസറിനും എയ്ഡ്സിനും വാതരോഗങ്ങൾക്കും മറ്റു പല രോഗങ്ങൾക്കും തേനീച്ച വിഭവങ്ങൾ ഫലപ്രദമെന്ന അഭിപ്രായത്തിന് ശാസ്ത്രീയമായ എന്തെങ്കിലും അടിത്തറയുണ്ടോ? ഒരു രാഷ്ട്രത്തിന്റെ സമ്പദ്ഘടന പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയുടെ വളർച്ച ഇടുക്കി താലൂക്കിൽ സാധ്യമാക്കാൻ എപ്പിക്കൾച്ചർ ഏറെ സഹായകമാകും. ഇവയെപ്പറ്റിയെല്ലാം ഒരു പഠനം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ആദായ സാധ്യത ഏറെ ഉണ്ടായിട്ടും അവഗണിക്കപ്പെടുന്ന തേനീച്ച പരിപാലനം പരാഗണത്തിലൂടെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്താൻ ഏറെ സഹായകമാണെന്ന് ഞങ്ങൾ നടത്തിയ സർവേകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും മറ്റു പഠനങ്ങളിലൂടെയും ബോധ്യമായി. 45 ദിവസം തേനിലിട്ട് വെച്ച വസ്തുക്കളാണിത്. ഏതൊരു വസ്തു 45 ദിവസം തേനിലിട്ട് വെച്ചാൽ അവയുടെ ഗുണം പൂർണ്ണമായി ആഗീരണം ചെയ്യാൻ തേനിനുണ്ട്. തേനിന്റെ ഗുണം ഇവയുടെ ഗുണം പെട്ടെന്ന് രക്തത്തിൽ കലരുകയും ദഹിച്ച പഞ്ചസാരയായതിനാൽ ദഹന പ്രക്രിയ നടക്കാതെ രക്തത്തിൽ പെട്ടെന്ന് കലർന്ന് ശരീരപ്രവർത്തനത്തെ ഊർജിതപ്പെടുത്തുകയും ചെയ്യുന്നു. തേനീച്ച വിഭവങ്ങളായ റോയൽ ജെല്ലി, പൂമ്പൊടിയും തേൻമെഴുകുമെല്ലാമാണ് ഇത്. ശരാശരി 250 പെറ്റുള്ള ഒരാൾക്ക് പ്രതിവർഷം 5 ലക്ഷത്തോളം രൂപ തേനിൽ നിന്ന് മാത്രം ലാഭമായി ലഭിക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ്. പ്രകൃതിയുടെ ആന്റിബയോട്ടിക്, ഏറ്റവും നല്ല ബയോമെഡിസിൻ, ഉത്തമ അണുനാശിനി. 3 മാസം നീണ്ട ഞങ്ങളുടെ റിസർച്ചിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായ തേനീച്ച കൃഷിയുടെയും തേനിന്റെയും പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാൻ സർക്കാരിന്റെയും മറ്റ് ഇതര സംഘടനകളുടെയും സഹായ സഹകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. പരിസ്ഥിതിയുടെ സുസ്ഥിതിയും കൂട്ടായ പരിശ്രമത്തിലൂടെ ജനതയുടെ നല്ല നാളേക്കായി നമുക്ക് കൈകോർക്കാം. പയറിനങ്ങളുടെ പ്രാധാന്യവും അവ കൃഷി ചെയ്യുമ്പോൾ മണ്ണിലുണ്ടാകുന്ന മാറ്റങ്ങളും ഈ വിദ്യാർത്ഥികൾ വിവരിക്കുന്നു. എൻ്റെ പേര് ഫാത്തിമ. എൻ്റെ പേര് നെജില. ഞങ്ങൾ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ KTCT സ്കൂളിൽ നിന്ന് വരും. ഇന്ന് കൃഷി അന്യം നിൽക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ പയർ കൃഷി ചെയ്യുന്നത് കൊണ്ട് മണ്ണിന് മാത്രമല്ല ആരോഗ്യത്തിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. മണ്ണിന് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂടുന്നു. അതായത് പയർവർഗ്ഗങ്ങളുടെ നൊഡ്യൂൾസിൽ അടങ്ങിയിരിക്കുന്ന റൈസോബിയം എന്ന ബാക്ടീരിയ ഈ പയർ ചെടി അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്ത് മണ്ണിൽ സഹായിക്കുന്നു. അതിന്റെ ഫലമായി തന്നെ മണ്ണിലെ നൈട്രജന്റെ അളവ് കൂടുന്നു. 2016 ഇന്റർനാഷണൽ പൾസായി ആചരിക്കുകയാണല്ലോ. ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന വെല്ലുവിളിയാണ് പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. സുഖസൗകര്യങ്ങൾ ഏറുന്നതോടൊപ്പം ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിക്കുന്നു. അതിനാൽ ഈ പയർവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നത് കാര്യമായ മുതൽ മുടക്കോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പയർവർഗ്ഗങ്ങൾ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. പാവപ്പെട്ടവനെ മാംസി എന്നാണ് പയർവർഗ്ഗങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പഠന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ ഞങ്ങളുടെ സ്കൂളിലെ മണ്ണിൻ്റെ pH-ഉം ഫലഭൂഷ്ഠതയും കണ്ടെത്തുക, വിവിധ ഇനം പയർവർഗ്ഗങ്ങൾ ഇങ്ങനെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുക. അതായത് ഞങ്ങളിപ്പോൾ 17 ഇനം പയർവർഗ്ഗങ്ങളാണ് ഗ്രോ ബാഗിൽ കൃഷി ചെയ്തത്. ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ സ്കൂളിൻ്റെ pH കണ്ടെത്തിയായിരുന്നു. pH കണ്ടെത്തിയപ്പോൾ 6.7 ആണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ 17 ഇനം പയർവർഗ്ഗങ്ങൾ കൃഷി ചെയ്തു. കൃഷി ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഈ മണ്ണ് സാമ്പിൾ ഓരോ ഗ്രോ ബാഗ് സെലക്ട് ചെയ്ത് അത് ഞങ്ങൾ മാലാഞ്ചിറ പാറോട്ടുകോണം സോയിൽ ടെസ്റ്റിംഗ് ലാബിൻ്റെ സഹായത്തോടു കൂടി ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ റിസൾട്ട് വാങ്ങിച്ചപ്പോൾ കോഴിയമ്പര എന്ന പയറിന് കൃഷി ചെയ്തപ്പോഴാണ് മണ്ണിലെ നൈട്രജൻ്റെ അളവ് ഏറ്റവും കൂടുതൽ കൂടിയെന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു. പയർവിളകളിൽ നിന്ന് എങ്ങനെ ബയോഡീസൽ നിർമ്മിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്മോൾ ഓയിൽ പ്രസ്സിൽ നിന്നും ഗ്രൈൻഡിങ് യൂണിറ്റിലേക്ക് അതിനെ മാറ്റുന്നു. അതിനെ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അത് ഓയിൽ മേക്കിംഗ് യൂണിറ്റിലേക്ക് മാറ്റുന്നു. ഓയിൽ മേക്കിംഗ് യൂണിറ്റിൽ നിന്നും അതിനെ ഓയിൽ എക്സ്ട്രാക്ഷൻ യൂണിറ്റിലേക്ക് മാറ്റുന്നു. ഓയിൽ എക്സ്ട്രാക്ഷൻ യൂണിറ്റിൽ അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെ നന്നായിട്ട് എക്സ്ട്രാക്ട് ചെയ്യാനായി ഞങ്ങൾ ഫൈൻ എക്സ്ട്രാക്ടറിലേക്ക് മാറ്റുന്നു. അതിൽ നിന്നും ഓയിൽ പ്രസ്സിംഗ് യൂണിറ്റ്, അതായത് ഓയിൽ പ്രസ്സിംഗ് യൂണിറ്റിൽ നിന്നും നമുക്ക് ഓയിൽ കേക്കും കളക്ഷൻ യൂണിറ്റ്, അതായത് ഓയിൽ യൂണിറ്റും ലഭിക്കുന്നു. ഈ ഓയിൽ കളക്ഷൻ യൂണിറ്റിനെ ഞങ്ങൾ തെർമോകെമിക്കൽ ഗ്യാസിഫിക്കേഷൻ എന്ന പ്രോസസ് വഴി സിൻഗ്യാസ്, അതായത് സിന്തസിസ് ഗ്യാസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെയും കാർബൺ മോണോക്സൈഡിന്റെയും ഒരു മിക്സ്ചറാണ്. ഈ സിൻഗ്യാസ് ആയി മാറ്റുന്നു. സിൻഗ്യാസിനെ പിന്നെ ബയോഡീസലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നിരീക്ഷണവും അധ്വാനവുമാണ് ഈ വിദ്യാർത്ഥികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 21ാം ഘട്ടം ഈ മാസം 19-ന് തുടങ്ങും. തിരുവനന്തപുരം RTTCയിൽ വിവിധ മേഖലകളിൽ പരിശീലനം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സാമ്പത്തിക സഹായത്തോടെ മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 21ാം ഘട്ടം കേരളത്തിലെ 14 ജില്ലകളിലും ഈ മാസം 19-ാം തീയതി ആരംഭിക്കും. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകരുടെ വീടുകൾ സന്ദർശിച്ചും ക്യാമ്പുകൾ സംഘടിപ്പിച്ചും പശു, പന്നി, എരുമ എന്നിവയെ പ്രതിരോധ കുത്തിവയ്പ് നടത്തും. ഇതിന് സൗജന്യ നിരക്കായ 5 രൂപ ഈടാക്കുന്നതാണ്. ഇയർ ടാഗ് നിർബന്ധമാണ്. ഭാവിയിൽ മൃഗസംരക്ഷണ വകുപ്പ് വഴി ലഭിക്കുന്ന സബ്സിഡികൾക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2 556151 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. സർക്കാർ സംരംഭമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന കെപ്കോ കോഴിത്തീറ്റയുടെ ചില്ലറ വിൽപ്പനശാല തിരുവനന്തപുരം പേട്ടയിലെ ഹെഡ് ഓഫീസ് മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇവിടെ നിന്നും മിതമായ നിരക്കിൽ കോഴിത്തീറ്റ ലഭിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ അറിയിക്കുന്നു. റബ്ബർ ബോർഡ് നടീൽ വസ്തുക്കളെക്കുറിച്ചും പുതിയ റബ്ബർ ഇനങ്ങളെക്കുറിച്ചും ഈ മാസം 14-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിരുന്ന പരിശീലനം 20-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചു. വിശദ വിവരങ്ങൾക്ക് 0481 2 351313 എന്ന നമ്പറിലോ 0481 2 353127 എന്ന നമ്പറിലോ വിളിക്കുക. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന RTTCയിൽ കർഷകർക്ക് വിവിധ മേഖലകളിൽ പരിശീലനം നൽകുന്നു. കൂൺ കൃഷി, കാർഷിക യന്ത്രവൽക്കരണം, കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം, കാർഷിക മേഖലയിലെ നൂതന രീതികൾ, സംയോജിത കൃഷിരീതികൾ, സുരക്ഷിത ഭക്ഷ്യോൽപാദനം തുടങ്ങിയ വിഷയങ്ങളിലാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 2 413622. മിൽമ ട്രെയിനിംഗ് സെന്റർ ഈ മാസം 19-ാം തീയതി മുതൽ 22 വരെ ആട് വളർത്തൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. 15 പേർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ളവർ തൃശൂർ രാമവർമ്മപുരത്തുള്ള മിൽമ ട്രെയിനിംഗ് സെന്ററുകളിൽ പേര് രജിസ്റ്റർ ചെയ്യണം. കശുമാവിനെ ആക്രമിക്കുന്ന കീടങ്ങളാണ് തേയിലക്കൊതുകും ആന്ത്രാക്നോസും. ഈ മാസം മുതൽ ഇതിന്റെ ശല്യം തുടങ്ങാം. തേയിലക്കൊതുകും ആന്ത്രാക്നോസും ഒന്നിച്ചു വന്നാൽ ഇനി പറയുന്ന മാർഗം സ്വീകരിക്കാം. കശുമാവ് പുഷ്പിക്കുന്ന സമയത്താണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിന് ഇക്കാലെക്സ് 25 EC 2 മില്ലി എന്ന തോതിൽ ചേർത്ത് സ്പ്രേ ചെയ്യുക. അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിന് 1 ഗ്രാം മാംഗോസേപ്പ് എന്ന തോതിൽ സ്പ്രേ ചെയ്യാം. ഇളം പ്രായത്തിലാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിന് 50% വീര്യമുള്ള സെബിൻ 4 ഗ്രാം എന്ന തോതിൽ ഉപയോഗിക്കാം. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 10,600 രൂപ, കോഴിക്കോട് 10,900 രൂപ, തൃശൂരിൽ 11,000 രൂപ. കൊപ്ര കൊച്ചിയിൽ 7,390 രൂപ, കോഴിക്കോട് 7,650 രൂപ, തൃശൂരിൽ 7,420 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 67,900 രൂപ, ഗാർബിൾഡ് 70,900 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ സേലത്ത് 9,500 രൂപ, ഈറോഡിൽ 10,000 രൂപ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 12,700 രൂപ, 4ാം ഗ്രേഡ് 13,000 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 12,700 രൂപ, 4ാം ഗ്രേഡ് 13,000 രൂപ.
കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 10,900 രൂപ, കൊപ്ര 7,390 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, റോട്ടറി 2,300 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 67,900 രൂപ, ഗാർബിൾഡ് 70,900 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ബെസ്റ്റ് 14,500 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 225-നും 245-നും മധ്യേ. തൊണ്ടില്ലാത്തത് 425-നും 450-നും മധ്യേ. ജാതിപത്രി 500-നും 875-നും മധ്യേ. ഗ്രാമ്പൂ 795 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,700 രൂപ, 4-ാം ഗ്രേഡ് 13,000 രൂപ. ഒട്ടുപാൽ 8,800 രൂപ, ലാറ്റക്സ് 8,200 രൂപ. കമ്പോള അവലോകനം. ദക്ഷിണേന്ത്യയിൽ കുരുമുളക് ഉൽപ്പാദനം മുൻവർഷത്തെ അപേക്ഷിച്ച് കുറയുമെന്ന വിലയിരുത്തൽ പുറത്തുവന്നു. സെപ്റ്റംബർ ഒക്ടോബറിൽ മഴയുടെ അളവ് ചുരുങ്ങിയതാണ് ഉൽപ്പാദനത്തെ ബാധിച്ചത്. കേരളത്തിലും കർണാടകത്തിലും വിളവ് ചുരുങ്ങുമെന്ന് വില സ്ഥിരതയ്ക്ക് അവസരമൊരുക്കും. ഗാർബിൾഡ് കുരുമുളക് കിലോ 708 രൂപ രേഖപ്പെടുത്തി. വിദേശത്ത് റബ്ബർ ഉയർന്ന് ആഭ്യന്തര അവധി വ്യാപാര രംഗം ഇന്ന് സജീവമാക്കി. മഴ മൂലം പല ഭാഗങ്ങളിലും ഇന്ന് റബ്ബർ ടാപ്പിംഗ് തടസ്സപ്പെട്ടതിനാൽ ലാറ്റക്സും ഷീറ്റും വിൽപ്പനയ്ക്കിറക്കാൻ സ്റ്റോക്കിസ്റ്റുകൾ തയ്യാറായില്ല. കാലാവസ്ഥാ മാറ്റം കണക്കിലെടുത്ത് വ്യവസായികൾ റബ്ബർ വില ഉയർത്തി. മഴയുടെ വരവ് ചുക്കിന് നേട്ടമാക്കുമെന്ന നിഗമനത്തിലാണ് ഒരു വിഭാഗം വ്യാപാരികൾ. അതേസമയം ശൈത്യകാലമായതിനാൽ ഉത്തരേന്ത്യയിൽ നിന്ന് ചുക്കിന് അന്വേഷണങ്ങളുണ്ട്. പ്രതികൂല കാലാവസ്ഥ മൂലം കേരളത്തിലും തമിഴ്നാട്ടിലും കൊപ്ര സംസ്കരണം തടസ്സപ്പെട്ടു. ഉൽപാദന മേഖലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയാൽ കൊപ്രയ്ക്ക് ഡിമാൻഡ് ഉയരാം. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 32.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.3 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.4, 23.5. കൊച്ചി 31.7, 22.9. ആലപ്പുഴ 34.6, 24. പുനലൂർ 31.5, 20.2. തിരുവനന്തപുരം കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.